മറ്റ് ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? മറ്റാഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് സാറിനെ കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സാറേ. ഞാൻ ഈ ഓട്ടോ ഡ്രസ് ഇട്ടാല് ആർക്കും എന്നെ മനസ്സിലാകാറില്ല. എന്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പഞ്ചഗുസ്തി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ 8ഓളം മെഡലുകൾ സ്വന്തമാക്കി മലയാളിയുടെ അഭിമാനമായ ഒരു താരമുണ്ട് ഇങ്ങ് കോഴിക്കോട് കിണാശ്ശേരിയിൽ. കോഴിക്കോട് കിണാശ്ശേരി സ്വദേശിയും ഇപ്പോൾ കുന്നത്തുപാലത്ത് താമസക്കാരനുമായിട്ടുള്ള VT ഷൗക്കത്ത് അലിയാണ്. ആ വിശേഷങ്ങൾ ഷൗക്കത്ത് അലി തന്നെ പങ്കുവെക്കുകയാണ്. ഷൗക്കത്ത് അലി, എങ്ങനെയാണ് ഈ തുടർച്ചയായിട്ട് സംസ്ഥാന തലത്തിൽ തുടങ്ങി 22 വർഷമായി തുടങ്ങിയപ്പോൾ ഈ ഏഷ്യയിൽ രണ്ട് തവണകളിലായി 8 മെഡലുകളൊക്കെ സ്വന്തമാക്കിയിരിക്കുന്നു, എന്താണ് തോന്നുന്നത്? ഇന്ത്യക്ക് വേണ്ടി മെഡലടിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ പോയതിൽ വെച്ച് ഇന്ത്യയിലേക്ക് 4 ഏഷ്യൻ മെഡൽ കൊണ്ടുവരുന്ന ആദ്യത്തെ വ്യക്തി ഞാനാണ്. ഈ 2 പ്രാവശ്യം പോയപ്പോഴും എനിക്ക് 4 മെഡലുകളുണ്ട്. സീനിയറിലും 2 മെഡലുണ്ട്, മാസ്റ്റേഴ്സിലും 2 മെഡലുകളുണ്ട്. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഗോവയിൽ വെച്ച് നടന്ന ഒരു വേൾഡ് മാസ്റ്റേഴ്സ് മത്സരം ഉണ്ടായിരുന്നു. ഞാൻ അതിലും പങ്കെടുത്ത്, അതിലും എനിക്ക് 2 ഗോൾഡ് മെഡലുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇന്ത്യയിലേക്ക് ആണല്ലോ ഈ മെഡൽ കൊണ്ടുവന്നത് എന്നുള്ള വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എന്താണ് ആഗ്രഹമുള്ളത്? ഇനിയിപ്പോൾ വേൾഡ് മെഡലും കൂടെ നേടാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇന്ത്യക്ക് വേണ്ടി ഒരു വേൾഡ് മെഡലും കൂടെ കൊണ്ടുവരണം എന്നുണ്ട്. അതിപ്പോൾ ഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ വർഷത്തെ വേൾഡ്. ഇതുവരെ ഞാൻ ഏഷ്യയിലും ഈ മാസ്റ്റേഴ്സ് വേൾഡിലൊക്കെ പങ്കെടുത്ത കാരണം തന്നെ അത് ഇന്ത്യയിൽ വെച്ചിട്ടായതുകൊണ്ടാണ്. അതിന് ഒരു 60,000 രൂപയോളം ചിലവ് വന്നിട്ടുണ്ട് ഈ 3 മത്സരത്തിലും. അപ്പോൾ കാര്യമായിട്ട് സ്പോൺസറൊന്നും കിട്ടാറില്ല. പിന്നെ നമ്മളെ ഒരു സ്വന്തം പ്രകാശേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഈ സിവിൽ സ്റ്റേഷൻ്റെ അടുത്തുള്ള, അദ്ദേഹം ഈ കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇതിനോട് ഭയങ്കര താല്പര്യമാണ്. അദ്ദേഹം എനിക്ക് കുറച്ച് പൈസ തന്ന് സഹായിക്കാറുണ്ട്. ഈ പ്രാവശ്യം വേൾഡ് പോയപ്പോഴും അദ്ദേഹം പൈസ തന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന വേൾഡിൽ പങ്കെടുക്കാൻ 1 ലക്ഷം രൂപ ചിലവുണ്ട്. അതിൽ പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള അറിയില്ല. മാക്സിമം ഞാൻ ശ്രമിക്കും പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എത്ര മെഡലുകൾ ഇത്രയും വർഷത്തിനിടയിൽ ഉണ്ടാവും ഏകദേശം? ഇൻ്റർനാഷണൽ മെഡലായിട്ട് 10 മെഡലുണ്ട്. പിന്നെ നാഷണൽ മെഡൽ 18 മെഡലുണ്ട്. പിന്നെ സ്റ്റേറ്റ് മെഡൽ നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അത് എണ്ണാൻ പറ്റില്ല. അത്ര. ഇതാണോ ഭാര്യ അടക്കമുള്ള കുടുംബമാണോ വലിയ പിന്തുണ? അതെ അതെ അതെ, വൈഫും കുട്ടികളും ഒക്കെ ഇതിനോട് വളരെ താല്പര്യമാണ്. പിന്നെ ഭാര്യയുടെ പേരെന്താ? പഞ്ചഗുസ്തി താരാന്ന് തോന്നുന്നു അല്ലേ? ഒരു പ്രോപഞ്ച താരാണ്. ഇന്ത്യയിൽ തന്നെ പ്രോപഞ്ച ലീഗ് എന്ന് പറഞ്ഞ വലിയൊരു മത്സരമുണ്ട്. അതിൽ ഞങ്ങൾ 2 പേരും പങ്കെടുത്തിരുന്നത്. നമ്മുടെ IPL മാതൃകയിലൊക്കെ. അതെ, IPL അതേപോലെ തന്നെ. അതിൽ അവൾ വേറെ ടീമും ഞാൻ വേറെ ടീമുമാണ്. ഫസ്റ്റത്തെ പ്രാവശ്യം ഞങ്ങളുടെ ടീമായിരുന്നു ജയിച്ചത്, കൊച്ചി KDs എന്ന് പറഞ്ഞിട്ട്. 2ാം തവണ സീസൺ 2-ൽ അവരെ ടീം ഫൈനലിൽ തോറ്റ് ഞങ്ങൾ 3rd ആയിപ്പോയി. ഈ പരസ്പരം ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ടോ? ഭർത്താവിൻ്റെ ടീമുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ടീമിലുള്ള ഒരു നിഖിൽ എന്ന് പറഞ്ഞ ആളോ ഇക്കാകം കൂടെ ആയിരുന്നു മത്സരം. പക്ഷെ എനിക്ക് എൻ്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഭർത്താവ് തോറ്റാലും സാരല്ല, നമ്മുടെ ടീം ജയിക്കണം. ശരി, ടീം ജയിക്കണം. മോളൊന്ന് വന്നേ. എന്താ പിന്നെ മോളുടെ പേരെന്താ? നഫീസ ഹൈറിൻ അല്ലേ? പഞ്ചഗുസ്തി താരാണോ? ഇവിടെ എന്താ പറയുക, ഉപ്പ ഇങ്ങനെ എന്താ പറയുക വന്നപ്പോഴേ ഇദ്ദേഹം ഷൗക്കത്ത് അലി ഇങ്ങനെ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എക്സസൈസ് ചെയ്യുമ്പോഴേ ഒരു കൈക്ക് മാത്രമാണ് ചെയ്യുന്നത്? 2 കൈക്കും ചെയ്യാറുണ്ട്. എനിക്ക് ലെഫ്റ്റിലും ഗോൾഡാണ്, റൈറ്റിലും ഗോൾഡാണ്. 2 കൈയിലും ചെയ്യാറുണ്ട്. 2 പൊന്നിൻ കൈകളാണ്. ആ പൊന്നിന്ന് നിലനിൽക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഇനിയിപ്പം എന്തെങ്കിലും മറ്റാഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? മറ്റാഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മൾ സ്പോർട്സ് മിനിസ്റ്റർ ഒന്ന് കാണണമെന്നുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിച്ചിരുന്നു ജോലിക്ക് വേണ്ടിയിട്ട്. അതൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഇത്രയും വർഷം ഇതിനും വേണ്ടി നിന്നിട്ട് എന്തെങ്കിലും ഒരു ജോലി കിട്ടുകയാണെങ്കിൽ, ഫ്രണ്ട്സുകളൊക്കെ ചോദിക്കാറുണ്ട് നീ ഇതിൽ പോയിട്ട് എന്ത് കാര്യമാണ്, എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? അപ്പോൾ അവരുടെ അടുത്തൊന്നും നമ്മൾ സൈലൻ്റാണ്. ഏതെങ്കിലും കാലത്ത് കിട്ടിയാൽ പറയാം ഇതുകൊണ്ട് ഇത് നേടി എന്നുള്ളത്. പിന്നെ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഇപ്രാവശ്യം ഈ കോഴിക്കോടേക്ക് തന്നെ 2 ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ട്രോഫി വന്നിരുന്നു. അത് എൻ്റെ കുട്ടികളാണ് കൊണ്ടുവന്നത്. ഒരു കുട്ടി അക്ലീമ മേജബി എന്ന് പറഞ്ഞിട്ട് ഫറൂഖ് കോളേജിലാണ്. ആ കുട്ടി സബ് ജൂനിയർ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനാണ്. അതുപോലെ ജോഷിയ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അത് കാസർഗോഡ് നിന്ന് ഇവിടെ വന്ന് പഠിക്കുന്നതാണ്.
ആ കുട്ടിയും ചാമ്പ്യനാണ്. ആ കുട്ടി പിന്നെ ഈ ഇന്ത്യയിൽ തന്നെ സ്ട്രോങ്ങസ്റ്റ് വുമണായ പെണ്ണിനെ തോൽപ്പിച്ചിട്ടാണ് ഇപ്രാവശ്യം അവൾ സീനിയറിൽ ഇറങ്ങിയിട്ട് അവൾക്ക് ഗോൾഡ് മെഡൽ കിട്ടിയത്. അവളെന്താ വെച്ചാൽ അവൾ ആകെ 17 വയസ്സായിട്ടുള്ളൂ. അവളെ ജൂനിയർ കാറ്റഗറിയിലും അവൾ ഫസ്റ്റാണ്, സീനിയർ കാറ്റഗറിയിലും അവൾ ഫസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള വേറെ 2 കുട്ടികളുണ്ട്. ഒരു അമൽ ഇക്ബാൽ എന്ന് പറഞ്ഞിട്ട് അവന് പാരാ അത്ലറ്റാണ്, പക്ഷെ അവനും ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ബബിത സുഭാഷ് എന്ന് പറഞ്ഞിട്ട് രാമനാട്ടുകരയുള്ള ഒരു കുട്ടിയുണ്ട്, അവർക്കും സിൽവർ മെഡലാണ്. ഞങ്ങൾ ഇവിടുന്ന് പോയ 5 പേർക്കും ഞങ്ങൾ മെഡലുമായിട്ടാണ് വന്നത്. ഈ ബബിത സുഭാഷ് ഇതിൻ്റെ മുമ്പ് എൻ്റെ കൂടെ ഈ മാസ്റ്റേഴ്സ് വേൾഡിലും വന്നിരുന്ന്, അവിടെയും അവർക്ക് 2 ഗോൾഡാണ്. ഈ മാസ്റ്റേഴ്സ് വേൾഡിൽ തന്നെ ഇവിടുന്ന് വേറെയും ഒരു ഇന്ദുലേഖ പിന്നെ ഷമീർ എന്ന് പറഞ്ഞിട്ട് 2 പേര് എൻ്റെ കൂടെ വന്നിരുന്നു. അതും ഇവിടെ കളിക്കുന്നവരാണ്. അവർക്കും ഇതുപോലെ ഒരു ഗോൾഡ് ഒരു സിൽവർ ഉണ്ട്. ഇന്ദുലേഖക്ക് 2 സിൽവർ ഉണ്ട്. എന്തായാലും ഈ പറഞ്ഞ പോലെ പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് പഞ്ചഗുസ്തി തന്നെയാണോ? ഉപജീവനം എങ്ങനെയാണ് പോകുന്നത്? ഉപജീവനം ഓട്ടോ ഓടിക്കാറാണ്, ഓട്ടോ ഡ്രൈവറാണ്. ഒരു 18 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ ഓട്ടോ ഓടിക്കാറാണ്. എന്തായാലും ഓട്ടോക്കാർക്കും അഭിമാനിക്കാം അല്ലേ? കാരണം ഓട്ടോ ഡ്രൈവറായിട്ടുള്ള ഒരു ഏഷ്യൻ ചാമ്പ്യൻ നമ്മുടെ കൂടെയുണ്ടെന്നുള്ളത്. അതെ, പക്ഷേ കുറേ പേർക്കൊന്നും അറിയില്ല. ഞാൻ ഈ ഓട്ടോ ഡ്രസ് ഇട്ടാൽ ആർക്കും എന്നെ മനസ്സിലാകാറില്ല. യാത്രക്കാരൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരുപക്ഷെ നമ്മുടെ വാർത്ത കണ്ടിട്ടായിരിക്കും ഇനി അറിയാൻ പോകുന്നത്. കാരണം ഇനിയിപ്പം നമ്മുടെ ഈ ഓട്ടോ ഓടിക്കുന്നയാൾ അല്ലെങ്കിൽ ഞാൻ പോകുന്ന ഓട്ടോയുടെ ഡ്രൈവർ അത് ഒരു ഏഷ്യൻ ചാമ്പ്യനാണ്, അല്ലെങ്കിൽ ഒരു വേൾഡ് മാസ്റ്റേഴ്സിലൊക്കെ പങ്കെടുത്ത ആളാണ്, മെഡൽ നേടിയ ആളാണ്. അതെ അതെ. ഇപ്പോൾ ഈ ഡബ്ബർ ഗഡിയോ അങ്ങനെ എന്തോ ഒരാൾ വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ അതിനുശേഷം കുറേ ആൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നത് നിങ്ങളെ ഓട്ടോയിൽ ഞാൻ കയറി. ഡബ്ബർ ഗാഡി അതുകൂടി പറയണല്ലോ. ഡബ്ബർ ഗാഡിയുടെ വീഡിയോ കണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ ഷൗക്കത്ത് അലിയെ കുറിച്ച് കേരള വിഷൻ ന്യൂസ് അന്വേഷിക്കുന്നത്. അതെ അതെ. ഡബ്ബർ ഗാഡി അയച്ചതിന് ശേഷം കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നത് നിങ്ങളെ ഓട്ടോയിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒരു ചാമ്പ്യനാണെന്നുള്ള കാര്യമൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഇനിയിപ്പോൾ കേരള വിഷൻ ന്യൂസിൻ്റെ വാർത്ത കൂടി വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ആളുകൾ കൂടുതലായിട്ട് അറിയും. പിന്നെ മറ്റൊരു ഉറപ്പ് എന്തായാലും തരാണ്, വലിയൊരു ആഗ്രഹമുണ്ടല്ലോ കായിക മന്ത്രി OJ ജനീഷ് ഈ വാർത്ത ഇനിയിപ്പോൾ ഈ വാർത്ത ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ ഈ വാർത്ത വന്നതിന് ശേഷം അദ്ദേഹവുമായിട്ട് കോൺടാക്ട് ചെയ്ത് അദ്ദേഹത്തെ ഈ കാര്യം എന്തായാലും കേരള വിഷൻ ന്യൂസ് അറിയിച്ചിരിക്കും പോലെ. ഓക്കെ, താങ്ക് യു, വലിയ നന്ദിയുണ്ട്. സാറിനെ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സാറേ. ഒന്ന് വിളിച്ചിട്ട് ദിവസമായിരുന്നു, നേരിട്ട് കാണാം. അല്ലെങ്കിൽ ഞാൻ കോഴിക്കോട്ടിലിപ്പോ പിന്നെ റിയാസിനോട് അറിയിക്കാൻ വേണ്ടി പറയാം. ആ സമയത്ത് അങ്ങനെയാണെങ്കിൽ പുള്ളിയോട് അങ്ങോട്ട് വരാൻ പറയാം. ഞാനും എന്തായാലും അങ്ങോട്ട് വരുന്നുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഞാൻ ഇതാക്കാം മിനിസ്റ്റർ. ഓക്കെ ഓക്കെ. വീഡിയോ കോളിൽ തന്നെ വരാൻ തയ്യാറായി എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു ഷൗക്കത്തിനെ നേരിട്ട് കാണണം എന്നുള്ള ആഗ്രഹം കായിക മന്ത്രി ഇങ്ങോട്ട് പറഞ്ഞു എന്നുള്ളതാണ്. അതെ അതെ, അതിൽ വളരെയധികം സന്തോഷമുണ്ട്. സന്തോഷവും മുഴുവനും കേരള വിഷൻ ന്യൂസിനോടാണ് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് വളരെ അധികം നന്ദിയുണ്ട്. എന്ത് തോന്നി? ഭയങ്കര സന്തോഷം തോന്നി. അതേട്ടാണോ ഒരു മന്ത്രി വിളിക്കുന്നത്? അതെ അതെ. നമ്മുടെ നാട്ടിടവഴികളിലൂടെ ഓട്ടോ ഓടിച്ചു പോകുന്ന ഒരാൾ ഏഷ്യൻ ചാമ്പ്യനാണ്, അല്ലെങ്കിൽ ലോക മാസ്റ്റേഴ്സിൽ പങ്കെടുത്തയാളാണ്. അദ്ദേഹം സ്വയം അധ്വാനിച്ച് പണം കണ്ടെത്തുകയാണ്. ഒപ്പം തന്നെ പ്രകാശൻ അല്ലേ, പ്രകാശൻ എന്ന് പറയുന്ന ഒരാളുടെ നന്മയുള്ള മനസ്സുകൊണ്ട് അദ്ദേഹം ആ തുകയൊക്കെ സ്പോൺസറായി കിട്ടുന്നത് കൊണ്ടാണ് പോകുന്നത്. ഒപ്പം തന്നെ ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട് അല്ലേ. പിന്നെ എൻ്റെ കൂടെ ഞാൻ ഈ ഓട്ടോ ഓടിക്കുന്ന ഒരു പ്ലൈവുഡ് കമ്പനിയിലൊക്കെ ഓട്ടോ ഓടിക്കാറുണ്ട്. അവിടെയുള്ള അതിൻ്റെ ഓണറും എനിക്ക് ഒരു പ്രാവശ്യം ഏഷ്യന് പോകുമ്പോൾ കുറച്ച് പൈസ സഹായിച്ചിട്ടുണ്ട്. ഷൗക്കത്തിൻ്റെ ജീവിതം നമ്മൾ കേട്ടു. ഷൗക്കത്ത് അതിനിടെ പറഞ്ഞൊരാഗ്രഹം നമുക്ക് യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ പറ്റി എന്നുള്ള ചാരിതാർത്ഥ്യമാണ് കേരള വിഷൻ ന്യൂസിനുള്ളത്. എന്തായാലും ഷൗക്കത്തിൻ്റെ എല്ലാ ആഗ്രഹത്തിനൊപ്പം കേരള വിഷൻ ന്യൂസ് ഉണ്ട്. ഒരു കാര്യം ഇത് കാണുന്ന പ്രേക്ഷകരോടാണ് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ഷൗക്കത്തിൻ്റെയൊക്കെ ആഗ്രഹം നമുക്ക് സാധ്യമാക്കാൻ നമ്മൾ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള യാത്രയുടെ ചെലവ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പ്ലൈവുഡ് കമ്പനി ഉടമ അല്ലേ, ഒരു സുൽത്താൻ, അതിനേക്കാൾ ഉപരി ഒപ്പം തന്നെ പ്രകാശ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തൊക്കെയാണ് സഹായിച്ചത്. അതുപോലെ നമുക്കും ഇദ്ദേഹത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കാം. നമ്മുടെ കായിക മേഖല കൂടുതൽ ശക്തിപ്പെടട്ടെ. ഷൗക്കത്തിനും കുടുംബത്തിനും എല്ലാ ആശംസകളും നേരുകയാണ്. ക്യാമറ പേഴ്സൺ TK റിഷാദിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.